എന്തെന്നാൽ താൻ മാധവേട്ടനറിയാതെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടുണ്ടായിരുന്നില്ല. അവൾ വേഗം തന്നെ കൈ കഴുകി പാത്രങ്ങൾ അടുക്കി വെച്ചു. പോവുകയായി അവൾ മാധവനോട് അനുവാദം ചോദിച്ചു. പൊടുന്നനെയായിരുന്നു തൻ്റെ കരങ്ങൾ മാമ അയാളുടെ കരങ്ങൾക്കുള്ളിലാക്കിയ സത്യം അവൾ മനസ്സിലാക്കിയത്. താൻ ദിവസവും എനിക്കത്ത് ഇവിടെ അല്പസമയം ചിലവഴിക്കണം. പാറു തകർന്നുപോയി. താൻ അനുസരണയുള്ള ഒരു മാൻകുട്ടിയായിരിക്കുന്നു എന്ന സത്യം അവൾ മനസ്സിലാക്കി. തിരികെ പുറത്തു കിടക്കുമ്പോൾ അവൾ വിയർത്തു കുളിച്ചിരുന്നു. തല മിന്നുന്നുണ്ടോ എന്ന സംശയം. താനിപ്പോൾ തന്നെ വീഴുമെന്ന് അവൾക്ക് തോന്നി. പരമൻ അവൾ ചെല്ലുന്നതും നോക്കി പൂമുഖത്തുണ്ടായിരുന്നു. നീ ഭക്ഷണം കഴിച്ചുവോ പാറു? അയാൾ പത്നിയുടെ തോളിൽ പിടിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയി. താൻ മാമയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ച കാര്യം അവൾ പറഞ്ഞതേയില്ല. പരമൻ ഒന്ന് ശങ്കിച്ചു. താൻ കഞ്ഞിവെള്ളം ഒഴിച്ച് ഭക്ഷണം കേടാക്കിയത് ഇവൾ കണ്ടു കാണുകയില്ലേ? അതിലെങ്ങനെയാ പരമേട്ട കഞ്ഞിവെള്ളം വന്നത്? ആവോ, എനിക്കറിയില്ല. അവൾ കൈമലർത്തി. ഇനി മാളു ഏട്ടത്തിയാവുമോ? അവൾക്ക് സംശയം തീർന്നതേയില്ല. പരമൻ അതിനെക്കുറിച്ചൊന്നും പിന്നീട് സംസാരിച്ചില്ല. പക്ഷേ അയാൾക്ക് മറ്റൊന്നിനെക്കുറിച്ചായിരുന്നു സംശയം. പാറുവിൻ്റെ കുട്ടിയുടെ പിതാവ് ആരായിരിക്കാം എന്ന സംശയം. പാറുവിന് ഇത് 5-ാം മാസമാണ്. പാറുവിനും മാധവനും അവളുടെ കുട്ടിയുടെ പിതാവ് പരമൻ ആണെന്നതിന് ഒട്ടും സംശയമുണ്ടായിരുന്നില്ല. പക്ഷേ പരമൻ്റെ ഉള്ളിൽ മാധവനോടുള്ള അരിശവും പകയും ആളിക്കത്തി. പാറുവിനോടുള്ള സാമീപ്യത്തിന് ഏറ്റക്കുറച്ചിലുകൾ വന്നു തുടങ്ങി. അതേസമയം തന്നെ മാധവൻ്റെ സാമീപ്യവും പാറുവിൽ അല്പം ആശ്വാസമേകി. നീറുന്ന മനസ്സിൽ അല്പം മഞ്ഞുതുള്ളികൾ അടർന്നു വീഴുന്ന സുഖം. അവൾക്ക് പരമേട്ടനോട് പരാതികളില്ല. അലകളും തിരമാലകളും അടങ്ങിയ പ്രതീതി. തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തെല്ലാമാണെന്ന് അവൾക്ക് നിശ്ചയമേയില്ല. വരുന്നതെല്ലാം അനുഭവിച്ചേ മതിയാവൂ എന്നവൾ തീരുമാനിച്ചു കഴിഞ്ഞു. പരമനേക്കാൾ കൂടുതൽ തനിക്ക് പാറുവിനെ സ്നേഹിക്കണം എന്ന് മാധവൻ തീരുമാനിച്ചു കഴിഞ്ഞു.